ഹായ് എവ്രി വൺ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂൺ 2025 CMA ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. വലിയ ലെങ്തൊന്നുമില്ല, നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇതിൽ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എക്സാം ജൂൺ 11-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ടൈം ടേബിളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ജൂൺ 11-ന് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി റോ ആയിട്ട് ഒരു 3 മന്ത്സേ ഉള്ളൂ. അതായത് മാർച്ച്, ഏപ്രിൽ ആൻഡ് മെയ് 3 മാസം റോ ആയിട്ട് നമ്മുടെ കയ്യിൽ ഫുള്ള് നമുക്ക് കിട്ടുന്നുണ്ട്. പ്ലസ് ഈ പറഞ്ഞ ഫെബ്രുവരിയിലുള്ള റിമൈനിങ് ഡേയ്സും അതുപോലെ ജൂണിലുള്ള ഒരു 10 ഡേയ്സും മാത്രമാണ് നമുക്കിനി എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. സോ ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ നമുക്ക് ഈ ഒരു ടൈം ലിമിറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈം നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഷുവറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അറ്റംപ്റ്റോട് കൂടി ഇൻ്റർമീഡിയറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ടൈമൊക്കെ സ്കിപ്പ് ചെയ്ത് വിട്ട് ലാസ്റ്റ് ഒരു ഏപ്രിൽ ലാസ്റ്റ് മെയ് ഫസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും പഠിച്ചു തുടങ്ങി ആ സമയത്ത് പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ സ്ട്രെസ് ലെവൽ എന്ന് പറഞ്ഞാൽ പീക്കിലായിരിക്കും. നമുക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ജസ്റ്റ് എല്ലാം ഒന്ന് ടച്ച് ചെയ്തോ അല്ലെങ്കിൽ എല്ലാം ഒന്നും നമുക്ക് നോക്കാൻ പറ്റില്ല, ചിലപ്പോൾ റിവിഷൻ പറ്റത്തില്ല. സോ അത്രയും ഒരു സ്ട്രെസ് ലെവൽ കൂടുതലായിരിക്കും. സോ ആ ഒരു വേ നിങ്ങൾ ആരും ചൂസ് ചെയ്യരുത്. കാരണം നമുക്കറിയാം നമ്മുടെ പ്രിപ്പറേഷൻസ് ഓക്കെ ആവാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷനിൽ വന്ന എന്തോ ഒരു സംതിങ് ഒരു എറർ കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ എക്സാംസ് പോണത്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഡ്രോബാക്ക് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഈ ഒരു അറ്റംപ്റ്റ് ഇനി ഒരു 3 മാസം, ആ 3 മാസം ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അറ്റംപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ഷുവറാണ്. പക്ഷേ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന് ഒരു പ്രോപ്പർ പ്ലാനിങ് വേണം. എന്ത് തീർക്കണം, ഏത് സബ്ജക്റ്റ് എന്ന് തീർക്കണം, അല്ലെങ്കിൽ എങ്ങനെ നോക്കണം, ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കണോ, സെക്കൻഡ് ഗ്രൂപ്പ് നോക്കണോ, ബോത്ത് ഗ്രൂപ്പ് നോക്കണോ, എങ്ങനെ നോക്കണം എന്നുള്ളത് അത് നിങ്ങളുടേതായിട്ടുള്ള, അതായത് ഓരോരുത്തർക്ക് പേഴ്സണൽ ആയിട്ടുള്ളൊരു ചോയ്സാണ്. കാരണം ഇപ്പോൾ ഈ കണ്ടിന്യൂസ് ഡേയ്സ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു പിറ്റേ ദിവസത്തെ എക്സാമിന് ഇപ്പോൾ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവരെ സംബന്ധിച്ച് ഇന്നൊരു എക്സാം കഴിഞ്ഞ് നാളൊരു എക്സാമിന് അവർക്ക് റിവൈസ് ചെയ്യാൻ കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ 6 to 7 hours മാത്രമാണ്. അപ്പോൾ അവർക്ക് ഈവനിങ് ആണ് എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവർക്കൊന്ന് ഫ്രഷായി പഠിക്കാൻ വേണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ ദിവസം വീണ്ടും പോകുന്നുണ്ട്. സോ ഒരു 6 to 7 hours മാത്രമാണ് നമ്മൾ മാക്സിമം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് പഠിക്കാൻ നിന്നിട്ട് ഈ പറഞ്ഞ 6 to 7 hours നമുക്കൊരു സബ്ജക്റ്റ് റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റുമോ? ഇല്ല, ഷുവറാണ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ചില ഏരിയാസ് സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് ചിലതൊക്കെ നോക്കി വയ്ക്കും നമ്മൾ എക്സാമിന് പോവുക. ചിലപ്പോൾ ലക്ക് ഉണ്ടെങ്കിൽ അത് വരും, ഇല്ലാച്ചാൽ വരില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നേ പഠിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ പഠിച്ച് ഒരു 1-2 തവണ റിവൈസ് ഒക്കെ ചെയ്ത് അത്യാവശ്യം ഓക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ 6-7 മണിക്കൂർ റിവിഷൻ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്കത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. എക്സാമിന് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, എന്തായാലും ടെൻഷൻ ഉണ്ടാവും, അത് നോർമലാണ്, എക്സാമിന് ഉണ്ടാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്കതൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ഓക്കെ ഞാനിത് പഠിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിത് അറിയാം എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രോപ്പറായിട്ട് ഇനിയുള്ള ദിവസം ഒന്ന് പ്ലാൻ ചെയ്ത് പഠിക്കാൻ നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഈ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. സോ ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഞാൻ CA ഇൻ്റർമീഡിയറ്റും CMA ഇൻ്റർമീഡിയറ്റും ചെയ്യുന്നുണ്ട്. സോ ഞാൻ മെയിൻ ഫോക്കസ് എപ്പോഴും കൊടുത്തിരുന്നത് CA ഇൻ്റർമീഡിയറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ടൈം അതിന് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചിലപ്പോൾ ഒരു 15 ഡേയ്സോ കൂടിപ്പോയാൽ ഒരു 18 ഡേയ്സ് മാത്രമാണ് എനിക്ക് എക്സാമിന് കിട്ടുന്നത്, CMAയുടെ എക്സാമിന് കിട്ടുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഡിസംബർ 2024 എക്സാമിൽ എനിക്ക് ഒരു 18 ഡേയ്സോ മറ്റോ കിട്ടിയിട്ടുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് 18 ഡേയ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ 18 ഡേയ്സിൽ യൂട്യൂബിൽ ഞാനൊരു വർക്കൗട്ട് സെഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ജോയിൻ ചെയ്ത ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ ഞാൻ അല്ലാതെ യൂട്യൂബിൽ വീഡിയോസും കുറച്ച് യൂട്യൂബിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു 7 ഡേയ്സ് അങ്ങനെ പോയി. പക്ഷേ അത് കഴിഞ്ഞൊരു 11 ഡേയ്സ് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് തോന്നി അതായത് ഈ അറ്റംപ്റ്റ് ഞാൻ പഠിച്ചേ പറ്റൂ. ഞാൻ എല്ലാ അറ്റംപ്റ്റും പഠിക്കുന്നുണ്ട്, പക്ഷേ ഈ അറ്റംപ്റ്റ് കുറച്ചും കൂടി ഞാൻ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഷുവറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഇതിൽ തന്നെ വീഡിയോസ് യൂട്യൂബിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഓരോ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക്ക് നമുക്ക് 60 മാർക്ക് സ്കോർ ചെയ്യാൻ എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ചുമ്മാ ചെയ്തതല്ല. ആ 60 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ, ഏതൊക്കെ പഠിക്കണം എന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ എന്താണോ ഫോളോ ചെയ്തത് അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് വീഡിയോസിലൂടെ. എൻ്റെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടോട്ടലായിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിന് ഉണ്ടായിരുന്ന മാർക്ക് 205 ആണ്.
ഇപ്പോൾ ഈ അറ്റംപ്റ്റ് ഡിസംബർ 2024 ഞാൻ എൻ്റെ എക്സാം ക്ലിയർ ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യുന്നത്. സെക്കൻഡ് ഗ്രൂപ്പിന് എനിക്ക് 3 സബ്ജക്റ്റ് OPM SM ഒഴികെ 3 സബ്ജക്റ്റിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. OPM SMന് മാത്രം എനിക്കൊരു 3 മാർക്കിൻ്റെ ഇതിൽ 40 വന്നില്ല. അങ്ങനെ ആ ഗ്രൂപ്പ് ക്ലിയർ ആയില്ല. ഫസ്റ്റ് ഗ്രൂപ്പിൽ എനിക്ക് ടോട്ടലി 205 ആണ് ഉണ്ടായിരുന്നത്. എനിക്ക് എല്ലാ സബ്ജക്റ്റിനും അക്കൗണ്ട്സിനും ലോയ്ക്കും ടാക്സേഷനും ഈ 3 സബ്ജക്റ്റും എനിക്ക് 50 ആയിരുന്നു. ആൻഡ് കോസ്റ്റിങ്ങിന് എനിക്ക് 55 ആയിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ ഈ പറഞ്ഞ 50യും 55 ഒക്കെ സ്കോർ ചെയ്തു? ഞാൻ ഈ പറഞ്ഞ 60 മാർക്കിൻ്റെ സ്ട്രാറ്റജി ഞാൻ യൂട്യൂബിൽ അന്നിട്ട സമയത്ത് എനിക്ക് ഒത്തിരി പേര് പേഴ്സണലി മെസ്സേജ് ചെയ്തു, ഡൗട്ട്സ് ചോദിച്ചു. അതിൽ പലരും ചോദിച്ചൊരു കാര്യമാണ്, ചേച്ചി ഇത് പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റുമോ? ഈ പറഞ്ഞ 60 മാർക്കിൻ്റെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 60 മാർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള ആൻസർ ഇതാണ്. ഞാൻ അന്ന് എന്താണോ സ്ട്രാറ്റജി നിങ്ങളോട് പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ടൈം കിട്ടിയില്ല. കാരണം 11 ദിവസം, ഞാൻ ഏകദേശം ഒരു 20 ദിവസം തൊട്ടേ യൂട്യൂബിൽ അതൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫോളോ ചെയ്തത് 11 ദിവസം മാത്രമാണ്. ആ 11 ദിവസം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്നു. ഞാൻ കറക്റ്റായിട്ടൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. എൻ്റെ കയ്യിലൊരു ഗൈഡ് ഉണ്ടായിരുന്നു. ആ ഗൈഡ് ജസ്റ്റ് അതായത് അതിൽ പ്രീവിയസ് ഇയർ മാത്രമാണ്. പ്രീവിയസ് ഇയർ ജസ്റ്റ് നന്നായിട്ട് ചെയ്തു. ആൻഡ് ഓൾസോ ഞാൻ മുമ്പേ തന്നെ അതിന് തൊട്ട് മുന്നത്തെ ജൂൺ അറ്റംപ്റ്റിലൊക്കെ ഞാൻ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ടെക്സ്റ്റിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അറ്റംപ്റ്റിൽ ഞാൻ അതൊന്നും ചെയ്തില്ല. എനിക്ക് ബേസ് അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു, കാര്യങ്ങൾ അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രീവിയസ് ഇയർ മാത്രം വർക്ക് ചെയ്തു. ചെയ്ത ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചെയ്തു. അങ്ങനെ ചെയ്തിട്ടാണ് എക്സാമിന് പോയത്. അപ്പോൾ ഞാൻ എന്താണോ 60 മാർക്കിന് വേണ്ടി നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞത് ആ സെയിം മെത്തേഡ് തന്നെയാണ് ഞാനും ഫോളോ ചെയ്തത്. പക്ഷേ എനിക്ക് അത് കംപ്ലീറ്റ്ലി അത്രയും വരാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. സോ എൻ്റെ മാർക്ക് ഇത്രയാണ്. ഞാനത് ടു ബി ഫ്രാങ്ക് ഇവിടെ പറയുന്നത്. എൻ്റെ റിസൾട്ട് എൻ്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഇല്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നേ. സോ എനിക്കിതാണ് പറയാനുള്ളത്. എൻ്റെ മാർക്ക് ഇങ്ങനെയാണ്: അക്കൗണ്ട്സിന് 50, ലോയ്ക്ക് 50, ടാക്സേഷന് 50 ആൻഡ് കോസ്റ്റിങ്ങിന് 55. ടോട്ടൽ എനിക്ക് 205 ആണ് ഉണ്ടായിരുന്നത്. സോ എനിക്ക് ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ നിങ്ങളോട് അന്ന് എന്താണോ ഷെയർ ചെയ്തത് അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തതും ഞാൻ പാസ്സാവാൻ എന്നെ ഹെൽപ്പ് ചെയ്തതും അത് തന്നെയാണ്. സെക്കൻഡ് ഗ്രൂപ്പിനും അത്യാവശ്യം നല്ല മാർക്ക് എല്ലാ സബ്ജക്റ്റിനും ഉണ്ടായിരുന്നു. ആൻഡ് OPM SMനാണ് എനിക്കത് പോയത്. പലതവണ എക്സാം എഴുതിയപ്പോഴും എനിക്ക് ഈ പറഞ്ഞ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പേപ്പറാണ്. എനിക്ക് ഏറ്റവും എളുപ്പവും അതാണ്. ഓഡിറ്റിംഗ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും എളുപ്പമുള്ളതും നല്ല പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നതും, അതുപോലെ കോർപ്പറേറ്റ് അക്കൗണ്ട്സും. സോ ആ പേപ്പർ എനിക്ക് എപ്പോൾ ആര് വന്ന് ചോദിച്ചാലും എനിക്ക് ഏറ്റവും പറഞ്ഞു കൊടുക്കാനും ഏറ്റവും പഠിക്കാനും ഒക്കെ ഇഷ്ടമുള്ളൊരു ഏരിയയാണ് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ്. സോ എല്ലാ അറ്റംപ്റ്റിലും ഞാൻ മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യുന്നത്. തൊട്ട് മുന്നത്തെ 2 അറ്റംപ്റ്റിലും എനിക്ക് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റിന് ഫസ്റ്റ് ടൈം എനിക്ക് 56 ആയിരുന്നു. സെക്കൻഡ് ടൈം എഴുതിയപ്പോൾ 59 ആയിരുന്നു. 59 എക്സാംഷൻ വന്നിട്ടില്ല, പക്ഷേ ഈ മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഈ പറഞ്ഞ അറ്റംപ്റ്റിലും നല്ല മാർക്കുണ്ട്, 57 മറ്റോ ഉണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് എന്താണോ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് എന്താണോ പഠിക്കാൻ പറഞ്ഞത് അത് തന്നെയാണ് ഞാനും പഠിച്ചിട്ടുള്ളത്. അത് പഠിച്ച് തന്നെയാണ് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. FM ഡേറ്റ അനലിറ്റിക്സിനും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. മാനേജ്മെൻറ്റിന് അറൗണ്ട് 51 സംതിങ് ഉണ്ടായിരുന്നു. അതുപോലെ FM ഡേറ്റ അനലിറ്റിക്സിന് I think 49 ആണെന്ന് തോന്നുന്നു, അതുണ്ടായിരുന്നു. OPM SMന് എനിക്ക് 36 ഉള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അപ്പോൾ ഞാൻ ആ സെക്കൻഡ് ഗ്രൂപ്പിൽ ആ OPM SM ഒന്നും കൂടി സ്ട്രെസ് ചെയ്തിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് CA ഇൻ്റർമീഡിയറ്റിന് OPM ഇല്ല. OPM ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ സബ്ജക്റ്റ് അറിയില്ല. സോ SM മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. SM നമുക്ക് 40 മാർക്കിനാണ് വരുന്നത്, SM 60 മാർക്കിനാണ്. ആ 40 മാർക്കിൽ നിന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതി 36 മാർക്ക് ഞാൻ സ്കോർ ചെയ്തു. സോ എനിക്കതാണ് പറയുന്നത്. ഞാൻ OPMൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആകെ ഈ പറഞ്ഞ SMൽ നിന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ്, അതെനിക്ക് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രം ഞാൻ എഴുതുകയാണ് ചെയ്തത്. 36 മാർക്ക് കിട്ടി. അതും കംപ്ലീറ്റ് ആയില്ല. SM കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടിയിരുന്നില്ല. സോ അതൊന്നുകൂടി ഞാൻ ഫോക്കസ് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഈ അറ്റംപ്റ്റിൽ എൻ്റെ രണ്ട് ഗ്രൂപ്പും ക്ലിയർ ചെയ്യുമായിരുന്നു. സോ എനിക്ക് എൻ്റെ ഡ്രോബാക്ക് മനസ്സിലായി. OPM SMലാണ് എൻ്റെ പ്രശ്നം വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായതുകൊണ്ട് ഈ അറ്റംപ്റ്റിൽ അത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. സോ എനിക്കിതാണ് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങളുടെ ഡ്രോബാക്ക് എന്താണ് എന്നുള്ളത് നിങ്ങൾ സെൽഫ് അനലൈസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. നമ്മൾ കൊടുക്കണം, അലോട്ട് ചെയ്യണം, ടൈം അലോട്ട് ചെയ്യണം, നമ്മൾ അതിന് വേണ്ടി എഫേർട്ട് ഇടണം, നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണം. അപ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സോ എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പുകളും ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്നോട് കുറച്ച് പേര്, ഞാൻ ആ എക്സാം കഴിഞ്ഞ് നിൽക്കവേ തന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചൊരു റിക്വയർമെൻറ്റാണ് ക്ലാസ് എടുക്കാവോ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സ്റ്റഡി സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി
ഫോർത്തോ സിക്സ്ത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നാളെ മുതൽ 4ാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. സോ നമ്മളൊരു സ്കെഡ്യൂൾ പറഞ്ഞ് എല്ലാ സബ്ജക്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ ഫീ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കുറച്ച് ഫീ, വളരെ ചെറിയൊരു ഫീ ആണ് ഞാൻ വെച്ചേക്കുന്നത് പെർ സബ്ജക്റ്റ്. അല്ലെങ്കിൽ ഗ്രൂപ്പ് വൈസ് ആണെങ്കിൽ അങ്ങനെ, അപ്പോൾ നോട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ക്ലാസ്സിൻ്റെ കൂടെ നോട്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതാത് ചാപ്റ്ററിൻ്റെ അവിടെ തന്നെ ചെയ്ത് തീർത്ത് അങ്ങനെ ഒരു സെഷൻ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് റിവിഷൻ 2 തവണ ചെയ്യാൻ റിവിഷനുള്ള ടൈം ഞാൻ അലോട്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാം നിങ്ങൾക്ക് പോസിബിൾ ആയിരിക്കും. 1 ടൈം നിങ്ങൾക്ക് എല്ലാം പഠിച്ച് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ 2 തവണ റിവിഷനും ചെയ്യാം. അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അത് നടക്കുന്നു. ഇപ്പോൾ സെക്കൻഡ് ബാച്ച് നമ്മളിപ്പോൾ ഫെബ്രുവരി 25th സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. സോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഫർദർ ഈ വീഡിയോയിൽ പറയാം. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് വേണോ സെക്കൻഡ് ഗ്രൂപ്പ് വേണോ ബോത്ത് ഗ്രൂപ്പ് വേണോ എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ചില ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ബോത്ത് ഒരുമിച്ച് എഴുതി ക്ലിയർ ചെയ്യണം എന്നുള്ളത് ചിലരുടെ ഇൻറ്റൻഷൻ ആയിരിക്കും. പക്ഷെ അവർ അതിനും വേണ്ടി എന്ത് ചെയ്യത്തില്ല, എഫേർട്ട് ഇടത്തില്ല. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ ബോത്ത് എഴുതിയവരാണ്, നിങ്ങൾക്ക് ഇതുവരെ ബോത്ത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, ഒരു ഗ്രൂപ്പും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗ്രൂപ്പിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഒന്നുകിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ്, ഏതാണോ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവീനിയൻറ്റ് അതിലേക്ക് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇപ്പോൾ ചിലർക്ക് ടാക്സേഷനൊക്കെ നല്ല പാടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പ് ഇപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക. കാരണം സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങൾക്കൊന്ന് പാസ്സായി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ എനർജി തന്നെ ഒന്ന് ബൂസ്റ്റ് ആവും. നിങ്ങൾക്ക് ആ ഫസ്റ്റ് പഠിക്കാനുള്ളൊരു ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ ക്ലിയർ ആവാത്തവരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ബോത്ത് വേണോ ഫസ്റ്റ് വേണോ സെക്കൻഡ് വേണോ എന്നുള്ളത്. നിങ്ങൾക്ക് ഏതാണോ കുറച്ചും കൂടി കൺവീനിയൻറ്റ് അത് ചൂസ് ചെയ്യുക. നിങ്ങളൊന്ന് പാസ്സായി ഒരു ഗ്രൂപ്പ് ക്ലിയർ ആയി എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു കോൺഫിഡൻസും ആ ഒരു എനർജിയും എല്ലാം കൂടും. സോ നിങ്ങൾക്ക് അടുത്ത ഗ്രൂപ്പ് പഠിക്കാനുള്ള ഒരു താല്പര്യവും അതിനനുസരിച്ച് കൂടും. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് എക്സാമിന് എത്ര ദിവസം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഫെബ്രുവരിയിൽ ഇനി ആകെ ഒരു 7 ദിവസമേ ഉള്ളൂ. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടും. ഇനി നമുക്കൊരു 7 ദിവസം മാത്രമേ ഉള്ളൂ. ഫെബ്രുവരി 21 ആണിന്ന്. പിന്നെ മാർച്ചിൽ നമുക്ക് 31 ഡേയ്സ് കംപ്ലീറ്റ് കിട്ടുന്നുണ്ട്. ഏപ്രിലിൽ നമുക്ക് 30 ഡേയ്സ് കംപ്ലീറ്റ് കിട്ടുന്നുണ്ട്. മെയ്യിൽ നമുക്ക് 31 ഡേയ്സ് കിട്ടുന്നുണ്ട്. ജൂണിൽ നമുക്ക് 10 ഡേയ്സ്, കാരണം 11th മുതൽ എക്സാം ആണ്. സോ നമുക്ക് ഇത്രയും ഡേയ്സ് ആണ് ടോട്ടലായിട്ട് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര ഡേയ്സ് ആയി നോക്കൂ. 7, 8, 9. ഓക്കെ, നമുക്ക് 109 ഡേയ്സ് ഇനി അവൈലബിൾ ആണ്. നമുക്കിനി 109 ദിവസം അവൈലബിൾ ആണ്. എക്സാം നടക്കാൻ ഇനി 109 ദിവസം നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ 109 ദിവസത്തെ കറക്റ്റ് നിങ്ങൾ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല എഫക്റ്റീവായ, ഏറ്റവും നിങ്ങൾ ഹാപ്പി ആവണ ഒരു അറ്റംപ്റ്റ് ആയിരിക്കും ഇത്. എനിക്കത് ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും അത് എന്നോട് പറയാം. ഞാനിപ്പോൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ അത് പഠിക്കുന്നവരുണ്ട്. സോ അവർ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നോക്കി നോട്ട് എഴുതി പഠിക്കുന്നത് കൊണ്ട് ഒരു വലിയ സ്ട്രെസ് ലെവലൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് പറ്റുന്നുണ്ട് ചേച്ചി അല്ലെങ്കിൽ മിസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്ത് ഒത്തിരി പേരുണ്ട്. സോ അതുകൊണ്ടാണ് നിങ്ങളോടത് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നോക്കുക, ഈ 109 ദിവസം നിങ്ങൾ പക്ക പ്ലാൻ ചെയ്യണം. നിങ്ങൾ എങ്ങനെ പഠിക്കണം, എത്ര ടൈം അലോട്ട് ചെയ്യണം, ഏത് സബ്ജക്റ്റ് ഏത് ടൈം പീരീഡിൽ തീർക്കണം, അതുപോലെ ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കണോ സെക്കൻഡ് ഗ്രൂപ്പ് നോക്കണോ ബോത്ത് നോക്കണോ, എങ്ങനെയാണ് നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു ഏപ്രിൽ 10th വരെ എങ്ങാണ്ട് നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ള ടൈമുണ്ട്. സോ നിങ്ങൾക്ക് എനഫ് ടൈം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിന് 1 മാസം ഇല്ലേ, പതുക്കെ തീരുമാനിക്കാം. പറ്റില്ല. നിങ്ങൾ ഇപ്പോഴേ ഡിസൈഡ് ചെയ്ത് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് പഠിച്ചാലേ കാര്യമുള്ളൂ. ഇപ്പോൾ ബോത്ത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഓക്കെ, ബോത്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇനി 1 മാസം ഉണ്ടല്ലോ പതിയെ തീരുമാനിക്കാം എന്ന് കരുതിയാൽ നിങ്ങളുടെ 1 മാസം പോകും. അത്ര എനിക്ക് പറയാനുള്ളൂ. സോ ബോത്ത് പ്ലാൻ ചെയ്യുന്നവർ ഇപ്പോഴേ ബോത്തിന് വേണ്ടിയുള്ള ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പോയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ 1 മാസം ഫസ്റ്റ് പഠിച്ചിട്ട് ലാസ്റ്റ് എക്സാം രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സമയത്ത് ഓക്കെ മറ്റേതും കൂടി നോക്കാം എന്ന് കരുതി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ റിവിഷൻ നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് നിങ്ങൾ പക്ക പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല, നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കഴിഞ്ഞ ദിവസം 2-3 പേര് എനിക്കിങ്ങനെ മെസ്സേജ് ചെയ്തിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, രണ്ടിൻ്റെയും പകുതി അറിയാം, എന്ത് ചെയ്യണം അറിയില്ല എന്നൊക്കെ ചോദിച്ചു ഒത്തിരി പേര് മെസ്സേജ് ചെയ്തു. സോ നിങ്ങളുടെ കൺസേൺ എന്താണെന്നുള്ളത് എനിക്ക് മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞ സ്റ്റഡി സെഷനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്.
ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനും കൊടുക്കുന്നുണ്ട്, എല്ലാ സബ്ജക്റ്റിനും 8 സബ്ജക്റ്റിനും ക്ലാസ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ 85% ആണ് കൊടുക്കുന്നത്. ഈ 85 എടുക്കാനുള്ള റീസൺ എന്ന് പറയാൻ കാരണം, നമുക്ക് എക്സാം വരണത് നിങ്ങൾക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 120 മാർക്കിന് ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 120 മാർക്കിന് ക്വസ്റ്റ്യൻ കാണും. അതിനകത്ത് നിന്ന് നമ്മൾ 100 മാർക്കിന് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമുക്കറിയാലോ, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസ് കാണും. അതിനകത്ത് നിന്ന് 5 ക്വസ്റ്റ്യൻ, 14 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ 14 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ 70 മാർക്കും, പിന്നെ MCQ 30 മാർക്കും, അങ്ങനെ ടോട്ടലാണ് നമുക്ക് 100 മാർക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ പാറ്റേൺ എന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ. സോ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, നമ്മൾ ഈ 7 ക്വസ്റ്റ്യൻ തരുമ്പോഴേ, ഈ സിലബസ് ഫുള്ളാണല്ലോ, സിലബസ് ഫുൾ എടുത്തിട്ടാണല്ലോ 7 ക്വസ്റ്റ്യൻ ഇടുക. ആ 7 ക്വസ്റ്റ്യൻ്റെയും എല്ലാം നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ഏത് ചൂസ് ചെയ്യും? നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മുടെ ടൈം അതിനനുസരിച്ച് പോകും അല്ലേ? അപ്പം ഞാൻ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾ മുഴുവൻ പഠിച്ചിട്ട് കാര്യമില്ല എന്നല്ല, മുഴുവൻ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കറക്റ്റാണ്, ഓക്കെ എനിക്കിത് എഴുതാം, അല്ലെങ്കിൽ ഇതെനിക്ക് ഷുവറാണ്, ഇത് അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫുള്ള് പഠിച്ചിട്ട് കാര്യമുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഏരിയ പക്ക ആക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ 85% എന്ന് പറയുന്നത് ഞാനായിട്ട് ചൂസ് ചെയ്തതല്ല. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചാപ്റ്റർ വൈസ് ഓരോത്തിന് വെയിറ്റേജ് ഉണ്ട്. അതുപോലെ പ്രീവിയസ് ഇയറിലെ 4 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ജൂൺ 2023 മുതൽ ഈ കഴിഞ്ഞ ഡിസംബർ 2024 വരെയുള്ള 4 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയാണ് വെയിറ്റേജസ് ഉള്ളത്, എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ, എങ്ങനെയാണ് ട്രെൻഡ് എന്ന് നോക്കിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ 85% എടുത്തത്. അത്യാവശ്യം എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമാണ് എടുത്തിരിക്കുന്നത്. സോ ഈ പറഞ്ഞ 85% പഠിക്കുകയാണെങ്കിൽ എറൗണ്ട് നമുക്ക് 90 മുതൽ 95 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. 90 മുതൽ ഈ പറഞ്ഞ 85%-ൻ്റെ ക്ലാസ് കേട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 90 മുതൽ 95 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ 90-95 മാർക്കിന് എഴുതിയെന്ന് കരുതി ഫുൾ മാർക്കൊന്നും നമുക്ക് കിട്ടണം എന്നില്ല. നമുക്ക് എന്തുണ്ടാവും, അതിൽ തെറ്റുകളുണ്ടാവും. എല്ലാം കട്ട് ഓഫ് ചെയ്ത് വന്നാലും 60 മാർക്ക് പക്ക പഠിച്ചവർക്കാണെങ്കിൽ 60 മാർക്ക് അല്ലെങ്കിൽ 70 മാർക്ക് ഷുവറായിട്ട് കിട്ടും. അത് ഉറപ്പാണ്, അതിൽ കുറയത്തില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുന്ന ഏരിയയിൽ പക്ക ആയിരിക്കണം, എങ്കിൽ നിങ്ങൾക്ക് 60 to 70 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 85% എന്ന് ഞാൻ എടുത്ത ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ റീസൺ, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ പഠിപ്പിക്കുമ്പോൾ അതിന് ലിമിറ്റഡുമാണ്, ടൈം ലിമിറ്റഡുമാണ്. സോ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് 85% പോർഷൻ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് പക്ക തരും. ആ തരുന്ന ക്ലാസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, എക്സാം എഴുതുക. നിങ്ങൾക്ക് 90 മുതൽ 95 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഷുവറായിട്ടൊരു 60 മുതൽ 70 മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ആൻഡ് ഓൾസോ ഞാൻ മെയിൻലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡിസ്ക്രിപ്റ്റീവിന് തന്നെയാണ്. കാരണം നമ്മൾ പഠിക്കുന്ന ഏരിയ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ MCQന് വേണ്ടി പ്രത്യേകം പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പഠിക്കുന്ന ഏരിയയുടെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് MCQ വന്നാൽ ഷുവറായിട്ട് എഴുതാം. അതിന് പ്രത്യേകം പ്രിപ്പറേഷൻ ടൈമൊന്നും വേണ്ട. സോ ഞാൻ എപ്പോഴും ഫോക്കസ് കൊടുക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ്. ഞാൻ പഠിച്ചപ്പോഴായാലും ഞാൻ ഡിസ്ക്രിപ്റ്റീവിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അത് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് MCQ നന്നായിട്ട് അതിൻ്റെ അകത്ത് നിന്നല്ലേ എന്തായാലും MCQ വരും, അത് ഷുവറായിട്ട് എഴുതാൻ പറ്റും. സോ ഞാൻ എൻ്റെ ക്ലാസ്സിൽ കൊടുക്കുന്നത് 85% ആണ് ഞാൻ ക്ലാസ് കൊടുക്കുന്നത്. ക്ലാസ് ഞാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എന്തും കൊടുക്കുന്നുണ്ട്, നോട്ട്സും കൊടുക്കുന്നുണ്ട്. ഡെയിലി ക്ലാസ് എന്താണോ ആ ക്ലാസ്സിൻ്റെ നോട്ടും അതാത് ദിവസം തന്നെ PDF ആക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഈ നോട്ട് എന്ന് പറയുമ്പോൾ ചില ഏരിയാസ് തിയറി മാത്രമായിരിക്കും, ചില ഏരിയാസ് പ്രോബ്ലം മാത്രമായിരിക്കും, ചില ഏരിയാസ് തിയറി പ്ലസ് പ്രോബ്ലം ആയിരിക്കും. സോ നമുക്ക് എന്താണ് അതിൽ നിന്ന് വേണം, ഒരു ചാപ്റ്ററിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്, എന്താണ് വേണ്ടത് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഈ നോട്ടിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ നോട്ടിൽ മാക്സിമം എല്ലാ ഇല്ലുസ്ട്രേഷൻസും ചെയ്തായിരിക്കും പോകുന്നത്. ഇൻ കേസ് ഏതെങ്കിലും ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന ചാപ്റ്ററിൽ 13 ഇല്ലുസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പിന്നെ പ്രീവിയസ് ഇയറും കൂടെ ആകുമ്പോൾ 10-20 ക്വസ്റ്റ്യൻ ആവും. 10-20 ക്വസ്റ്റ്യൻ ഒരു ക്ലാസ് ചെയ്യുക എന്ന് വെച്ചാൽ പോസിബിൾ അല്ല. പക്ഷേ എന്നിട്ടും ഞാൻ 13 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഇല്ലുസ്ട്രേഷൻ അത് ചെയ്തിട്ടുണ്ട്. ആ ഇല്ലുസ്ട്രേഷൻ 13 ഞാൻ ആ വീഡിയോയിൽ ക്ലാസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ പ്രീവിയസ് ഇയർ 3 അറ്റംപ്റ്റിലാണ് ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 16 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുപോലെ നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററുകളും അതുപോലെ ചെയ്യണം എന്ന് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും 1-2 ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും, നിങ്ങളത് ചെയ്യാം. അപ്പോൾ ഇതിനൊരു യൂസ്ഫുൾ, നിങ്ങൾക്കൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതാത് ദിവസം ക്ലാസ്സിൽ നോട്ട് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ആ നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എക്സാമിൻ്റെ തലേന്ന് പോയി ടെക്സ്റ്റ് എടുക്കേണ്ട ആവശ്യം വരില്ല, വേറെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യനും നോട്ടും കൺസെപ്റ്റും പ്രൊവിഷനും ആൻസറും എല്ലാം ആ ബുക്കിൽ, ഓരോ സബ്ജക്റ്റിന് ഓരോ ബുക്ക് എടുക്കുക, പഠിക്കുക, അത്രയേ ഉള്ളൂ. അതിനകത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ
വേറെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എല്ലാവരും ഈ പറഞ്ഞ 85% ക്ലാസ് ഞാൻ തരുന്നത് മാക്സിമം ഈ ഒരു പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യുക. ഞാനൊരു സബ്ജക്റ്റിന് 500 രൂപ മറ്റോ ചാർജ് ചെയ്യുന്നുള്ളൂ. അതും ഗ്രൂപ്പ് വൈസ് ബോത്ത് ഗ്രൂപ്പ് ചെയ്യുന്നവർക്ക് അതിന് ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം എനിക്കിപ്പോൾ ഒരാളെങ്കിൽ ഒരാളത് പാസ്സാവണമെന്ന് എനിക്ക് ആ ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. കാരണം എനിക്കറിയാം ഈ ഒരു കോഴ്സിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളമാണ്. ഇതിനകത്ത് നമ്മൾ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് പുറത്ത് വരാനുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ 1-2 അറ്റംപ്റ്റ് ക്ലിയർ ചെയ്ത ആളൊന്നുമല്ല. എനിക്കും ഞാൻ CA-യുടെ 4th അറ്റംപ്റ്റ്, ഇനി ഞാൻ എഴുതാൻ പോകുന്നത് 4th അറ്റംപ്റ്റ് ആണ്. അപ്പം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടറിയാം. ഒരു 2 വർഷം കംപ്ലീറ്റ് ഫെയിൽ ആയിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഫൗണ്ടേഷൻ ഫസ്റ്റ് ഇതിൽ ക്ലിയർ ചെയ്തു, CA-യുടെ ഫൗണ്ടേഷനും CMA-യുടെ ഫൗണ്ടേഷനും ഫസ്റ്റിൽ ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലൈഫിൽ 2 വർഷം ഫുൾ ഫെയിലർ ആയിരുന്നു. ഒരു CMA-യുടെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ CA-യുടെ വരും, റിപ്പീറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, എല്ലാം ഫെയിൽ. ഒരു 2 വർഷം ഫെയിൽ മാത്രം കണ്ട ഒരാളാണ് ഞാൻ. എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് മനസ്സിലാവും. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ BCom കഴിഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ ഫെയിലായിരിക്കുകയാണ്. ഞാൻ BCom ചെയ്യുന്നുണ്ട്. സോ BCom കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പോലെ സൈഡായിട്ടാണ് BCom ഞാൻ ചെയ്തത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കോളേജ് ലൈഫൊക്കെ എൻജോയ് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ഫെയിൽ എന്നൊരൊറ്റ വാക്കാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഡിസംബറിലെ എക്സാമിൻ്റെ ഫെബ്രുവരിയിൽ റിസൾട്ട് വന്ന് ആ ഒരു പാസ് കണ്ടപ്പോൾ കിട്ടിയൊരു ഫീല്, അത് ആ ഒരു ഇമോഷൻ എനിക്ക് പറയാനേ പറ്റില്ല. കാരണം അത്രയും ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ക്ലിയർ ആവും എന്നുള്ളത്, ബോത്ത് ഗ്രൂപ്പ് ക്ലിയർ ആവും എന്നുള്ളതായിരുന്നു. എങ്കിലും വലിയൊരു ഹോപ്പൊന്നും വെച്ചില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു റിസൾട്ട്, മോർണിംഗ് വന്ന റിസൾട്ട് ഞാൻ ഒരുപാട് കഴിഞ്ഞാണ് നോക്കിയത്. കാരണം എൻ്റെ മൈൻഡിൽ ഇനി ഒരു ഫെയിലും കൂടി കാണുമ്പോൾ അത് എത്രത്തോളം എന്നെ ഹേർട്ട് ചെയ്യും എന്നുള്ള ആ ഒരു ഫീലായിരുന്നു. എനിക്കത് ഡ്രോപ്പൊന്നും ചെയ്യില്ല, പഠിക്കും എന്നുള്ളത് എനിക്കറിയാം, എങ്കിലും ഒരു ഫീൽ ഉണ്ടായിരുന്നു. സോ ആ ഒരു പാസ് എന്നുള്ളൊരു വേർഡ് കണ്ടപ്പോൾ, കംപ്ലീറ്റഡ് എന്ന വേർഡ് കണ്ടപ്പോൾ ശരിക്കും ഞാൻ വേറൊരു ഇമോഷൻ, ഇതെനിക്ക് പറയാൻ പറ്റില്ല. അറ്റ് എ ടൈം ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയറും സെക്കൻഡ് ഗ്രൂപ്പ് ഫെയിലുമാണ്. അപ്പോൾ ഒരു പാസ് ഒരു ഫെയിലും എൻ്റെ രണ്ട് ഇതിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഈക്വലി തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ എനിക്കൊരു റിഗ്രറ്റ് ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ പഠിച്ചില്ല, ഞാൻ പ്രിപ്പയർ ചെയ്തില്ല എന്നൊരു റിഗ്രറ്റ് എനിക്കില്ല. കാരണം എൻ്റെ മാക്സിമം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ ഈ ഒരു പൊസിഷൻ, ഈ ഒരു മൈൻഡ് നിങ്ങൾക്കും വേണം. പാസ്സാവുന്നതോ ഫെയിൽ ആവുന്നതോ വാട്ടെവർ, അത് പിന്നത്തെ കാര്യം. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഡെഡിക്കേഷനും എഫേർട്ടും കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം റിസൾട്ട് വരുമ്പോൾ. ഇപ്പോൾ എനിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് ഫെയിലായി, ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ് ഫെയിലായത് എന്നുള്ളൊരു റിഗ്രറ്റ് എനിക്കില്ല. കാരണം എനിക്കുണ്ടായിരുന്ന ആ ഒരു ടൈം, അവൈലബിൾ ആയിരുന്ന ടൈമിൽ ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഷുവറാണ്. സോ അതുകൊണ്ട് എനിക്ക് റിഗ്രറ്റ് ഇല്ല. ഓക്കെ, എനിക്ക് എന്തെങ്കിലും ചിലപ്പോൾ മിസ്റ്റേക്സോ അല്ലെങ്കിൽ പ്രസൻറ്റേഷനിൽ വരുന്ന തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് സ്വാഭാവികമല്ലേ. ഇതിനൊരു വലിയ പ്രശ്നമാക്കി ഒന്നും എടുത്തില്ല, മനസ്സിലാക്കി അതിനെ തിരുത്താൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ റിസൾട്ടിനെ കാണേണ്ടത്. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിനകത്ത് 85% നിങ്ങൾക്ക് നന്നായിട്ട് എടുത്തു തരും. നിങ്ങൾക്കൊരു 90 മുതൽ 95 മാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് ഞാൻ തരും. കറക്റ്റായിട്ട് ഓരോ സബ്ജക്റ്റിനും ഓരോ ബുക്ക് വയ്ക്കുക, ഈ പറഞ്ഞ നോട്ട്സ് അതിൽ എഴുതുക, ക്വസ്റ്റ്യൻസ് എഴുതുക, ആൻസർ എഴുതുക. നിങ്ങളൊരു കറക്റ്റ് ഫോർമാറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാ ഒരു സ്ഥലത്ത്, കാരണം പ്രീവിയസ് ഇയർ വരെ അതാത് ചാപ്റ്റർ ഞാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ്, അതെല്ലാം ഞാൻ ഈ PDF നോട്ട്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും, ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയറും എല്ലാം. സോ നിങ്ങൾക്ക് എന്താണ്, എല്ലാം ഒരു സ്ഥലത്ത് കിട്ടുകയല്ലേ, നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ മെയ്യിൽ ഒരു സെക്കൻഡ് വീക്കിലോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൽ നമ്മൾ MTP 2 സീരീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമല്ലോ, അത് നമുക്ക് രണ്ടും വർക്ക് ചെയ്യുന്നൊരു ക്ലാസ്സും ഞാൻ അന്നിടും. എന്തായാലും ഈ ക്ലാസ്സസ് April 30 കൂടി ഞാൻ അവസാനിപ്പിക്കും. അതിനുശേഷം നമുക്കൊരു 41 ഡേയ്സ് ഉണ്ട്. ആ ടൈമിൽ 2 ടൈം റിവിഷൻ, ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ February 25 തൊട്ട് സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിപ്പോൾ ഏത് ഗ്രൂപ്പ് ആയാലും ശരി, ഫോർത്ത് ഗ്രൂപ്പ് ആയാലും ശരി. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ നമ്പർ ഇതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക. കാരണം എനിക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സിൻസിയറായിട്ട് അവർക്കതിന് തിരിച്ച് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ്, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഞാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് അവർ പിന്നെ ഞാൻ അയക്കുന്ന മെസ്സേജിന് പോലെ റിപ്ലൈ ചെയ്യാണ്ട്, അപ്പോൾ എനിക്കൊരു വിഷമം തോന്നാറുണ്ട്. കാരണം ഞാൻ അവർക്ക് അത്രയും നല്ല രീതിക്ക് അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ, അവർ ചിലപ്പോൾ തിരക്കുണ്ടായിരിക്കാം, പക്ഷെ തിരക്ക് കുറയുന്നൊരു ടൈം ഉണ്ടാവില്ല എല്ലാ മനുഷ്യർക്കും. സോ അത് റിപ്ലൈ തരാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരത് ഇഗ്നോർ ചെയ്ത് വിടുമ്പോൾ എനിക്ക് മനസ്സിലാവും അവർക്കത് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്ന്. എനിക്കൊരു വിഷമം തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഒരു സബ്ജക്റ്റിന് 500 വെച്ചിട്ടാണ്. ഞാൻ സബ്ജക്റ്റ് വൈസ് അല്ല, ഗ്രൂപ്പ് വൈസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ഞാൻ ഒരു ഗ്രൂപ്പ് വൈസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിന് 2000, സെക്കൻഡ് ഗ്രൂപ്പിന് 2000, ബോത്ത് ഗ്രൂപ്പിന് 3500, ഇതാണ് ഫീസ്. അപ്പം ഞാൻ ആ ഫീസ് ഇവിടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പിന്നെ മെസ്സേജ് ചെയ്താൽ മതിയല്ലോ. ഫസ്റ്റ് ഗ്രൂപ്പിന് 2000 ആണ്, അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിന്
സെക്കൻഡ് ഗ്രൂപ്പിന് 2000 ആണ്, ബോത്ത് ഗ്രൂപ്പിന് 3500 ആണ് ചാർജ് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ 85% ക്ലാസ് തരും, അതിൻ്റെ നോട്ട് തരും, അതിനകത്ത് പ്രീവിയസ് ഇയറും ഇല്ലുസ്ട്രേഷനും എല്ലാം നമ്മൾ ചെയ്യും. പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഓരോ സ്കെഡ്യൂൾസ് ആണ്. ആദ്യം അക്കൗണ്ട്സ് തീർത്തിട്ടേ പിന്നെ ലോ സ്റ്റാർട്ട് ചെയ്യും, തീർത്തിട്ടേ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയാണ് പോകുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പും ഓരോന്ന് തീർത്തിട്ടേ പോകത്തുള്ളൂ. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ട ഇപ്പോൾ ഒരു സ്കെഡ്യൂൾ തീരുമ്പോൾ, ഇപ്പോൾ അക്കൗണ്ട്സിൻ്റെ സ്കെഡ്യൂൾ തീരുന്ന സമയത്ത് നമ്മൾ ചെയ്തതിന് പുറമേ ഞാൻ നിങ്ങൾക്കൊരു PDF ഇട്ട് തരും. ആ PDF നിങ്ങൾ ഫുള്ള് ചെയ്യുക. അതിനകത്ത് എല്ലാ ചാപ്റ്ററും നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ ആ എല്ലാ ചാപ്റ്ററിൻ്റെയും ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. സോ നിങ്ങൾക്ക് വീണ്ടും ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഓരോ ചാപ്റ്ററിലും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും ഞാൻ അറ്റ് ദ എൻഡ് അങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കതൊരു ടെസ്റ്റ് പേപ്പർ പോലെ, നന്നായിട്ട് പഠിച്ചവർ കറക്റ്റ് ഫോളോ ചെയ്തവർക്കാണെങ്കിൽ അതൊരു ടെസ്റ്റ് പേപ്പർ പോലെ യൂട്ടിലൈസ് ചെയ്യാം ആ PDF-നെ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്താണെങ്കിലും എന്നൊരു ഡൗട്ട് ചോദിക്കാം, എനിക്ക് കഴിയുന്ന എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഞാൻ ഈ ഒരു ഫീസ് ഇതിൽ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളത് അറിഞ്ഞിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതിയല്ലോ, അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. ഈ 85% ക്ലാസ് എന്നടുത്ത് പലരും ചോദിച്ചു എന്തിനാ അത് 100 എടുക്കാത്തതെന്ന്. ഞാൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതിന് അത്യാവശ്യം എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, ബേസ് സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ ഒരു പ്രശ്നം, ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ 85% പറഞ്ഞു തരുമ്പോൾ എക്സാമിന് 5 ക്വസ്റ്റ്യൻ, ഡിസ്ക്രിപ്റ്റീവിൽ 5 ക്വസ്റ്റ്യൻ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കും കൂടിയാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ എല്ലാ ചാപ്റ്ററും പഠിക്കുകയാണെങ്കിൽ 7 എണ്ണത്തിൽ ഏത് എടുക്കും എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷേ ഈ ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക്സ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ എക്സാം ക്വസ്റ്റ്യൻ അവർ പറഞ്ഞൊരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ചൂസ് ചെയ്യാനും കൂടി പറ്റുന്ന രീതിക്കാണ് ടോപ്പിക്സ് എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ പഠിക്കുന്നവർക്ക് പെട്ടെന്ന് അത് എടുക്കാം. ഈ ക്വസ്റ്റ്യൻ എനിക്കറിയാം, A പാർട്ട് അറിയാം, B പാർട്ട് അറിയാം, സോ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയും കൂടി ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കും കൂടിയാണ് ടോപ്പിക്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്കിതൊരു നല്ല അറ്റംപ്റ്റ് ആയിരിക്കട്ടെ, എല്ലാവർക്കും പാസ്സാവാൻ പറ്റട്ടെ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വളരെ ചെറിയ ഫീ ആണ് വെച്ചിരിക്കുന്നത്. ഇനി അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് മേടിക്കണം എന്നുള്ളവർക്ക് അല്ലാണ്ട് ചോദിക്കാം. അതല്ലാണ്ട് ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറയാം. നോട്ട്സ് മാത്രം വേണമെന്നുള്ളവർ അങ്ങനെ മേടിക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്. സോ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്ലാറ്റ്ഫോം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. ഒരു ഗ്രൂപ്പ് മാത്രം നോക്കുന്നവർക്ക് ഡെയിലി ഒരു 2 hours അല്ലെങ്കിൽ 1.5 hour ക്ലാസ് ഉണ്ടാകത്തുള്ളൂ. ബോത്ത് ഗ്രൂപ്പ് നോക്കുന്നവർക്ക് 2 hours എന്തായാലും ഉണ്ടാവും. ഒരു ഗ്രൂപ്പ് നോക്കുന്നവർക്ക്, ബോത്ത് ഗ്രൂപ്പ് നോക്കുന്നവർക്ക് 3 അല്ലെങ്കിൽ 3.5 hours ഉണ്ടാവും. ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും 2 hours ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് അത്രയും കൊടുക്കാൻ പറ്റില്ല, ഒരു ട്രാക്കിലേക്ക് വരേണ്ടി വരും. ആ ഒരു ഫ്ലോയിൽ ട്രാക്കിലേക്ക് ഒരു 10-12 ദിവസം അവർക്ക് കൊടുത്തു. അവർ ആ ഒരു ഫ്ലോയ്ക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ അവർക്ക് ഇപ്പോൾ 3.5 hour നാളെ മുതൽ പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം ഇൻഡിവിജ്വൽ എഴുതുന്നവർക്ക് 2 hours ഉണ്ടാവും. ബോത്ത് ഗ്രൂപ്പ് നോക്കുന്നവർക്ക് 3 hours, മാക്സിമം പോയ 3.5 hours ഉണ്ടാവും. ഡെയിലി പഠിക്കുന്നത് പിറ്റേ ദിവസം നിങ്ങൾ പഠിക്കണം, റിവൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്രേക്ക് ഒരു ദിവസം അവധിയൊക്കെ തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം, ഇതുവരെ പഠിച്ചത് റിവൈസ് ചെയ്യണം, അതൊക്കെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്ര ദിവസം ഇനിയൊരു 109 days ഉണ്ട്. ആ ഡേയ്സ് പ്രോപ്പർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് എങ്ങനെ പഠിക്കണം, എന്ന് പഠിച്ച് തീർക്കണം, എപ്പോൾ റിവിഷൻ തുടങ്ങണം, എല്ലാ കാര്യങ്ങളും ഈ സ്റ്റഡി സെഷനിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. കാരണം നമുക്കിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന സ്കെഡ്യൂൾ പ്രകാരം ഏപ്രിൽ എല്ലാം തീരേണ്ടതാണ്. മെയ് ഫുള്ളും അതുപോലെ തന്നെ ജൂണിലെ 10 days, അങ്ങനെ ടോട്ടലായിട്ട് നമുക്കൊരു 41 days ഫുള്ള് റിവിഷനായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പഠിച്ചത് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ഐഡിയ ഒക്കെ ആവും. എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും, നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ, ഞാൻ വലിയ ലെങ്തി ആക്കാനൊന്നും ഉദ്ദേശിച്ചതല്ല, പക്ഷേ പറഞ്ഞു വന്നപ്പോൾ അതൊരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അത് നീണ്ടുപോയതാണ്. എനിവേ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്യാൻ ഫീസ് ഇത്രയാണ് വരുന്നത്. ഈ പറഞ്ഞ ഒരു സബ്ജക്റ്റിന് 500 മാത്രമേ ഞാൻ ചാർജ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് 500 രൂപയ്ക്ക് ഒരു സബ്ജക്റ്റ് ഫുള്ള് കിട്ടുക എന്ന് പറഞ്ഞാൽ നോട്ടും അതിൻ്റെ പ്രീവിയസ് ഇയറും എല്ലാം ഒരു സ്ഥലത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എനിക്കിതുവരെ അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ മാക്സിമം എനിക്കിപ്പോൾ ആ ഒരു ഇതിനേക്കാൾ കൂടുതൽ ഒരാൾക്കത് യൂസ് ആവട്ടെ, ഞാൻ എന്തായാലും പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരാൾ കൂടി യൂസ് ആവട്ടെ എന്നുള്ളൊരു ഇൻറ്റൻഷനേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വളരെ ചെറിയൊരു ചാർജ് മാത്രമേ ഞാൻ ഒരു സബ്ജക്റ്റിന് ചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് വൈസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഫീസ് ഇട്ടതിൻ്റെ മെയിൻ റീസൺ. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ താല്പര്യമുള്ളവർ എനിക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും.
നിങ്ങളുടെ പേരും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏത് ഗ്രൂപ്പാണ് നിങ്ങളുടെ പേര് ആദ്യം പറയാൻ, നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണ്, ബോത്ത് ഗ്രൂപ്പാണോ ഫസ്റ്റ് ഗ്രൂപ്പാണോ സെക്കൻഡ് ഗ്രൂപ്പാണോ മെൻഷൻ ചെയ്യുക. താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് തന്നെയാണ് ഫീസ്, ഇത് തന്നെയാണ് എൻ്റെ GPay നമ്പർ. താല്പര്യമുള്ളവർ നിങ്ങളിതിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് GPay ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിലോ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇത് തന്നെയാണ് എൻ്റെ നമ്പർ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്കും വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഇത്ര ദിവസമേ ഉള്ളൂ. നിങ്ങളിത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചു നോക്കുക. ഈ അറ്റംപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻ്റർമീഡിയറ്റ് എല്ലാവർക്കും ജൂൺ 2025 കംപ്ലീറ്റ് ആവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യണു. എനിവേ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവരും നന്നായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്ത് ഞാൻ ചില സബ്ജക്റ്റ് എല്ലാം അല്ലെങ്കിലും ചില ചാപ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫുള്ള് ഞാൻ ഇട്ടിട്ടുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇട്ടിട്ടുണ്ട്. എല്ലാ ടോപ്പിക്സും എടുത്തില്ല, റാൻഡമായിട്ട് കുറച്ച് ടോപ്പിക്സോ അങ്ങനെയൊക്കെ ഇടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. അപ്പോൾ ഈ സെഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, പഠിക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്, നമ്മുടെ എക്സാംസും നമുക്ക് വളരെ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.